Hi viewers, welcome to Bosco Campus Vision. Today we are discussing the subject Business Environment and Policy of S3 BBA under Kerala University, and myself Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are going to discuss the Economic and Educational Institution. This is the last institution in Social Institution Systems and Group. So let's see in detail the Economic and Educational Institution. Next we can discuss the Economic Institution. So the development of agriculture, commerce and industry necessitated elaborate marketing exchange and greater investment of capital. All these economic processes affect social life. So economy and society move in cooperation. So industrial revolution necessitate the setting up of big industries. Thus production on large scale also became possible, which further required a change in distribution system. So the specialization and division of labor grow extensively and intensively in an industrialized society. So capitalism also grow fast along with it. So the economy is the institution that provide for production, distribution and consumption of goods and services. So the basic function of economy is production, consumption and the distribution, or we can say property or the ownership. So let's see economic institution. We already know that the development of agriculture, commerce and industry necessitate elaborate marketing, exchange and greater investment of capital. അല്ലേ? അപ്പോൾ നമ്മുടെ രാജ്യത്തെ വളർച്ച, ഒരു എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സാമ്പത്തികമായിട്ടുള്ളൊരു വളർച്ച, ഇതൊക്കെയാണ്. ഒന്ന് അഗ്രികൾച്ചർ, പിന്നെ നമ്മുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, വ്യാപാരങ്ങളാകാം, ഇതെല്ലാം തന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് ആവാം, എക്സ്ചേഞ്ച് ആവാം. അപ്പം ഒരു പരിധിവരെ എന്താണ്, ഒരു ഗ്രേറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ക്യാപിറ്റൽ ഈ പറഞ്ഞ മേഖലകളിലെല്ലാം ഉണ്ടാകുകയും അതിൻ്റെ ഒരു വളർച്ചയും നമുക്ക് നമ്മുടെ രാജ്യത്തിനുണ്ട്. സോ ഓൾ ദീസ് എക്കണോമിക് പ്രോസസ്സസ് അഫക്റ്റ് സോഷ്യൽ ലൈഫ്. അപ്പോൾ ഈ വളർച്ചയെല്ലാം തന്നെ എന്താണ്, നമ്മുടെ സോഷ്യൽ ലൈഫിനെ അഫക്റ്റ് ചെയ്തു. സോ എക്കോണമി ആൻഡ് സൊസൈറ്റി മൂവ് ഇൻ കോഓപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ എക്കോണമിയും സഹകരണത്തോടെ മുന്നോട്ട് നീങ്ങുക. So industrial revolution necessitated the setting up of big industry. That production on large scale also became possible, with further required a change in distribution system. അറിയാലോ, അവിടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇല്ലേ, അതായത് ബിഗ് ഇൻഡസ്ട്രീസ്, അതായത് നമ്മളുടെ ബിസിനസ് മേഖലകളെല്ലാം തന്നെ ലാർജ് സ്കെയിൽ ആകുകയും അപ്പോൾ ഒരു ചേഞ്ച് ഇൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലേ. ഇപ്പോൾ പണ്ടത്തെ കണക്കല്ല അല്ലേ, ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ ലോജിസ്റ്റിക്സ് ഒക്കെ വഴി അല്ലെങ്കിൽ നല്ല രീതിയിലാണ് നമ്മളിപ്പം മാർക്കറ്റിംഗ് സെക്ടേഴ്സൊക്കെ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ നമ്മുടെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത്രത്തോളം വളർച്ച നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിക്കുണ്ട്. So the specialization and division of labor grow extensively and intensively in any industrialized society. അപ്പം ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഒരു ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ ഇല്ലേ, പണ്ടത്തെ കണക്കല്ല, ഇപ്പം ഓരോ ഏരിയയിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലേബേഴ്സിന് നമുക്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ആ മേഖലയിൽ ജോലി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ളവർ നമുക്ക് തന്നെ ഉണ്ട്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ എന്താണ്, എക്കോണമി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ നമുക്ക് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് മൂന്നായിട്ട് പറയാം. ആൻഡ് സോ the social institutions such as family, the religion and government, the economy system shape other aspect of social disorder, in turn influenced by them. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മുടെ ഫാമിലി, റിലീജിയൻ, ഗവൺമെൻറ് ഇതെല്ലാം തന്നെ എന്താണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളതിനെ എല്ലാം കൂടെ ചേർന്നൊരു എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. So clear with the point, economic institution. So here the basic functions of economy are, that is production, consumption, distribution and the property അല്ലെങ്കിൽ ഓണർഷിപ്പ്. അങ്ങനെ നാലായിട്ടാണ് നമ്മൾ അതിൻ്റെ ബേസിക് ഒരു എക്കോണമിയുടെ ബേസിക് ഫങ്ഷൻസിനെ നമ്മൾ പറയുന്നത്. So first we can discuss the production. That is, production refers to any activity which creates goods or renders services to satisfy human wants. So different factors necessary to produce goods are natural resources, labor, capital, technology, entrepreneur and the government. അപ്പോൾ ബേസിക് ഫങ്ഷൻസ് ഓഫ് എക്കോണമിയിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്,
പ്രൊഡക്ഷൻ, ഉൽപ്പാദനം. നമ്മളെല്ലാവരും പഠിക്കുന്നത്, നിങ്ങൾ ബിസിനസ് പഠിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഈ വാക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റിഫേഴ്സ് ടു എനി ആക്ടിവിറ്റി വിച്ച് ക്രിയേറ്റ്സ് ഗുഡ്സ് ഓർ റെൻഡർ സർവീസ് ടു ദ സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. അപ്പം ഒരു ഹ്യൂമൻ ബീങ്സിൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഗുഡ്സുകളോ സർവീസുകളോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് സോ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്, അങ്ങനെയാണെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, എന്തെങ്കിലും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ചില ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ആണ് അല്ലേ? ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് നെസസറി ടു പ്രൊഡ്യൂസ് ഗുഡ്സ്. ഏതൊക്കെയാണ്? ഒന്ന് നാച്ചുറൽ റിസോഴ്സസ് അല്ലേ, നമുക്ക് നാച്ചുറലായിട്ട് കിട്ടേണ്ട ചില റിസോഴ്സസ് ഉണ്ട്. പിന്നെ ലേബർ, തൊഴിലാളികളുണ്ടാവണം. ക്യാപിറ്റൽ, മൂലധനം വേണം. ടെക്നോളജി വേണം. പിന്നെ ഒരു ബിസിനസ്സുകാരൻ, ഓൺട്രപ്രണർ ഉണ്ടാവണം. പിന്നെ ഗവൺമെൻറ്. അപ്പം ഇവരെല്ലാവരും കൂടെ ചേരുമ്പോൾ ഇല്ലേ, അല്ലെങ്കിൽ നമുക്ക് മെൻ മണി മെറ്റീരിയൽ എന്നൊക്കെ നമ്മൾ എളുപ്പത്തിൽ പറയും, അല്ലെങ്കിൽ 6 M's എന്ന് പറയാറുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ ബേസിക് ഫങ്ഷൻസ് ഓഫ് ദ എക്കോണമിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? പ്രൊഡക്ഷൻ. ആൻഡ് ഇറ്റ് റിഫേഴ്സ് ടു ആൻ ആക്ടിവിറ്റി വിച്ച് ക്രിയേറ്റ്സ് ഗുഡ്സ് ഓർ റെൻഡർ സർവീസസ് to satisfy human wants, and the factors such as natural resources, labor, capital, technology, entrepreneur and the government are necessary to produce goods. The second, we can discuss the consumption. That is, the ultimate end of all production is consumption. That is, consumption helps the economy to grow. ഇല്ലേ, ഒരു കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഉപഭോക്താവ് ഇല്ലേ, ഒരു അൾട്ടിമേറ്റ് എൻഡ് ഓഫ് ഓൾ പ്രൊഡക്ഷൻ. അത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞൊരു അൾട്ടിമേറ്റ് യൂസ് അല്ലെങ്കിൽ അത് ആരാണോ ഉപയോഗിക്കുന്നത്, അതാണ് നമ്മൾ കൺസപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സോ ഇറ്റ് ഈസ് എക്കോണമി ടു ഗ്രോ ഇല്ലേ. അപ്പോൾ ഈ കൺസപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എക്കോണമി വളരുകയുള്ളൂ. സോ ദ കൺസപ്ഷൻ ക്യാൻ ബി റെഗുലേറ്റഡ് ത്രൂ control on production and distribution, advertising and education, and the legal restrictions by the government. അപ്പോൾ ഈ കൺസപ്ഷൻ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഈ കൺസപ്ഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് 3 കാര്യങ്ങളിലൂടെയാണ്. ദാറ്റ് ഈസ് കൺട്രോൾ ഓൺ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇല്ലേ. ഇപ്പോൾ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത്, ഇപ്പോൾ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അവർക്ക് ഇഷ്ടമുള്ള അത്രയും പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതല്ല ഹ്യൂമൻസിൻ്റെ വാണ്ട്സ് ഇല്ലേ. അതായത് ഹ്യൂമൻ സൊസൈറ്റിയിൽ അതിന് ആവശ്യക്കാരുണ്ടോ എന്ന് അറിയണം. പിന്നെ കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ലൈസൻസ് അനുസരിച്ച് ഇത്ര യൂണിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു കോസ്റ്റിനെ അല്ലെങ്കിൽ പ്രൊഡക്ഷനെ ഒരു കൺട്രോൾ ചെയ്യുക. പിന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലേ, എല്ലാ ഏരിയയിലും എത്താൻ നമുക്ക് പറ്റുകയെന്ന് വരത്തില്ല. അപ്പം ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവണം. സെക്കൻഡ്, അഡ്വർടൈസിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഇല്ലേ. രണ്ടാമത്, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം ഇല്ലേ, ഈ പ്രോഡക്ട്സിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഫീച്ചേഴ്സ്, അത് ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനം ചെയ്യുന്നു. അപ്പോൾ ഒരു എഡ്യൂക്കേഷനിലൂടെ ആവണം, അല്ലെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പ്രോഡക്ട്സ് സൊസൈറ്റിയിലേക്ക് ഇറക്കേണ്ടത്. നമുക്കറിയാം ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മൾ കാണുന്നതാണ്, പുതിയതും പഴയതുമായിട്ടില്ലേ. ഓൾറെഡി ഒരു പുതിയ പ്രോഡക്റ്റാണ് വരുന്നതെങ്കിൽ അത് നല്ലൊരു എഡ്യൂക്കേഷണൽ വാല്യൂയോട് കൂടി വരണം, എന്നാൽ മാത്രമേ അത് സൊസൈറ്റി ഏറ്റെടുക്കൂ. ആൻഡ് ദി ലാസ്റ്റ് ഈസ് ലീഗൽ റെസ്ട്രിക്ഷൻസ് ബൈ ഗവൺമെൻറ് ഇല്ലേ. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ്, ഒരു ലീഗൽ റെസ്ട്രിക്ഷൻസ് ഇല്ലേ, അതായത് ചില നിയമ തടസ്സങ്ങൾ ഇല്ലേ. എല്ലാ മേഖലകളിലും ബിസിനസ് ചെയ്യുന്നവർക്കും സർക്കാർ പറയുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് പറയുന്ന ചില നിയമങ്ങളുണ്ട്, അത് നമ്മൾ പാലിച്ച് അതുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പം ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ, സെക്കൻഡ് നമ്മൾ പറഞ്ഞു കൺസപ്ഷൻ അല്ലേ. കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്ടിമേറ്റ് എൻഡ് ഓഫ് ഓൾ പ്രൊഡക്ഷൻ ഇസ് കൺസപ്ഷൻ ആൻഡ് ക്യാൻ ബി റെഗുലേറ്റഡ് ത്രൂ control on production and distribution, advertising and education, and the third is legal restriction by the government. So third, we can discuss the distribution. So it refers to the process by which the gross value of an economic goods is divided among those who have contributed to its production. So the one of the major function which the economy provide for the society is the distribution of goods and services among different individuals and groups of individual. So the whole mechanism of distribution includes determination of the pattern of distribution by kinship, caste or religious affiliation, or allocation may be by government control or through the price system. So here we can say is that the wholesale and retail outlet, transportation and communication facility all make contributions to the final distribution of the product. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, സാധനങ്ങളെ സമയാസമയങ്ങളിൽ അതിൻ്റെ
എത്തേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എൻഡ് യൂസറുടെ കയ്യിൽ അത് എത്തണമെന്നെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സിൽ അത് ഓരോ ഏരിയയിലേക്ക് നമ്മൾ എങ്ങനെയാണോ എത്തിക്കേണ്ടത്, അപ്പോൾ അത് ഹോൾസെയിലർ ആവാം, റീറ്റെയിലർ ആവാം, ഇൻ്റർമീഡിയറീസ് ആവാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മളൊരു ഫൈനൽ പ്രോഡക്ട്സ് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ എത്തുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. So it refers to the process by which the gross value of an economic goods is divided among those who have contributed to its production. അപ്പം ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്ന് പ്രൊഡക്ഷന് കൊടുക്കുന്ന ഒരു മൂല്യം ഇല്ലേ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ എൻഡ് പ്രോഡക്റ്റ് ആക്കി ഇനി അതിന് കൊടുക്കുന്നൊരു മൂല്യം അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ആണ് ശരിക്കും ഇതിനെ നമ്മൾ സൊസൈറ്റിയിലേക്ക് എത്തിക്കുന്നത്. So the major function which the economy provides for society is the distribution of goods and services among ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പം ഒരു മേജർ ഫങ്ഷൻ അല്ലേ, നമ്മുടെ എക്കോണമി ചെയ്യുന്ന ഒരു മേജർ ഫങ്ഷനാണ് ശരിക്കും ഈ പ്രോഡക്ട്സുകളെ ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലെത്തിക്കുക അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ കയ്യിലേക്ക് ഈ പ്രോഡക്ട്സ് എത്തിക്കുക എന്നുള്ളത്. ആൻഡ് സോ ഇതിന് അല്ലേ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോൾ ഗവൺമെൻറ് അതിനകത്ത് ചില അലോക്കേഷൻസ് പറയും. ഇനി അതുകൂടൊപ്പം തന്നെ പ്രൈസ് സിസ്റ്റം ഇല്ലേ, ഒരു പ്രോഡക്റ്റും ഒരു മാനുഫാക്ചറിൻ്റെ ഇഷ്ടത്തിന് വിലയിടാൻ പറ്റത്തില്ല. പകരം എന്താണ്, ഗവൺമെൻറ്റും കൂടി ഇടപെട്ട് അവർ പറയുന്ന ഒരു രീതിക്കാണ് നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പം ഒരു പ്രൈസ് സിസ്റ്റം ആകാം, അല്ലെങ്കിൽ അലോക്കേഷൻ ബൈ ഗവൺമെൻറ് കൺട്രോൾ. ഇനി അതുപോലെ തന്നെ എന്താണ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഔട്ട്സൈഡ് ഇല്ലേ, ചില സാധനങ്ങൾ മാനുഫാക്ചേഴ്സ് നേരിട്ട് ഹോൾസെയിലേഴ്സിനെ കൊടുക്കും. ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ നമുക്ക് റീറ്റെയിലായിട്ട് അത് വാങ്ങിക്കൂ. റീറ്റെയിലേഴ്സ് വാങ്ങി പിന്നെ അത് കടകളിൽ വെച്ച് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നു. ചില മാനുഫാക്ചേഴ്സ് എന്താണ്, നേരിട്ട് തന്നെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം പല രീതിയിലാണ് ഡിസ്ട്രിബ്യൂഷൻസ് നടക്കുന്നത്. സോ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഓൾ മേക്ക് കോൺട്രിബ്യൂഷൻ ടു ദി ഫൈനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി പ്രോഡക്റ്റ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒരു അൾട്ടിമേറ്റ് എൻഡ് യൂസറുടെ കയ്യിൽ എത്തുന്നുണ്ടെങ്കിൽ അവിടെ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ, ഒരു ഫൈനൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രോഡക്റ്റ് നടക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരുടെയും ഹെൽപ്പ് അവിടെ ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ ശരിക്കും ഡിസ്ട്രിബ്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വി ഡിസ്കസ് ദി പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓണർഷിപ്പ്. So it is essentially part of distribution system. It consists of the rights and duties of one person or a group as against other person and the group. ഇല്ലേ, ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടി ഓഫ് വൺ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ആസ് എഗെയിൻസ്റ്റ് അതർ പേഴ്സൺ. ഇല്ലേ, ഒരു ആളുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അല്ലേ മറ്റൊരാളുടെ എഗെയിൻസ്റ്റ് ആകാം. ഇല്ലേ, ഒരു ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മാനുഫാക്ചർ ഇപ്പോൾ തൻ്റെ പ്രോഡക്ട്സിൻ്റെ ഓണർഷിപ്പ് അദ്ദേഹത്തിനാകാം, പക്ഷേ അതൊരു മറ്റൊരു പാർട്ടിക്ക് ചിലപ്പോൾ അത് എഗെയിൻസ്റ്റ് ആവാം. ഇല്ലേ, ഒരാൾ കൊടുക്കുന്ന ഇപ്പോൾ ഞാൻ വിൽക്കുന്ന അതേ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഞാൻ വിൽക്കുന്ന ഒരു സോപ്പ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് 5 രൂപയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ അത് എൻ്റെ അവകാശമാണ് അല്ലേ, എൻ്റെ ഓണർഷിപ്പാണ് അത് അങ്ങനെ കൊടുക്കുകയെന്ന്. പക്ഷേ ചിലപ്പോൾ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു കമ്പനിക്ക് അത് ഫീസിബിൾ ആകണമെന്നില്ല. അതുകൊണ്ടാണത് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടി ഓഫ് വൺ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ആസ് എഗെയിൻസ്റ്റ് അതർ പേഴ്സൺ ആൻഡ് ദി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. So I hope you all understood the portion. So and also we can say is that the economic system we already studied in the first chapter, that is the economic system may be divided into, or the types of economic system are capitalism, socialism and the mixed economy. So these are also in the same portion. So we discussed that the economic institution and the basic functions of the economy, that is production, consumption, distribution and the ownership. Clear with the term? Next we can discuss the educational institution. So it means that the school, that is including technical, trade or vocational school or a junior college or a college or university, that is operated or directly supported by state or operated or directly supported by the local government or by political subdivision of any state or local. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, മിസ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ വരാം, ടെക്നിക്കൽ ട്രേഡ് ആവാം, വൊക്കേഷണൽ ആവാം, നമ്മുടെ സ്കൂൾസ് അല്ലേ, ജൂനിയർ കോളേജസ് ആവാം, യൂണിവേഴ്സിറ്റി ആവാം. ഇതെല്ലാം തന്നെ എന്താണ്, ഒന്നി സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സബ് ഡിവിഷൻസ്, ഇവരെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ദർ ആർ മെനി ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് the transmission of culture,
social integration, career selection, techniques of learning skill, socialization, rational thinking, adjustment in society, patriotism, etc. ഇല്ല, അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ചില ഫങ്ഷൻസ്, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂൾ മുതൽ അല്ലെങ്കിൽ കോളേജ് വരെ നമ്മുടെ ഒരു ജോലി കിട്ടുന്നിടം വരെ നമ്മൾ പഠിക്കുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലേ. അത് ഏത് മേഖലയാണെങ്കിലും അവരുടെയൊക്കെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഒരു ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ അല്ലേ. ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ചില സോഷ്യൽ നോംസ് ആൻഡ് വാല്യൂസ് അല്ലെങ്കിൽ ചില ബിലീഫ്സ് ഒരു നെക്സ്റ്റ് ജനറേഷന് വേണ്ടി നമുക്ക് തരുന്ന ചില മൂല്യങ്ങൾ, അതാണ് ശരിക്കും എഡ്യൂക്കേഷൻ, ഒരു ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ എന്ന് പറയാം. പിന്നെ പറയുന്നൊരു സോഷ്യൽ ഇൻ്റഗ്രേഷൻ ഇല്ലേ, അറിയാമല്ലോ. പിന്നെ ഒരു കരിയർ സെലക്ഷൻ അല്ലെങ്കിൽ ഒരു ടെക്നിക്സ് ഓഫ് ലേണിംഗ് സ്കിൽ, പിന്നെ റാഷണൽ തിങ്കിങ് അല്ലെങ്കിൽ ഒരു സോഷ്യലൈസേഷൻ, പിന്നെ സൊസൈറ്റിയിൽ അല്ലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ സൊസൈറ്റി. അപ്പോൾ ഇതൊക്കെയാണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മെയിൻ ഫങ്ഷൻസ്. ക്ലിയർ വിത്ത് ദ ടേം? So, last few sections we are discussing the social institution, groups and system. So, first section we have discussed what is institution, and we discuss major classifications, that is marriage institution, family institution, kinship system, religious institution, political institution, economic institution, and the last is education institution. So, this section we are finishing the portion of social institution. So, prepare well, study well. This is the end of today's session.